വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയോ നിങ്ങളെ നമ്മൾ അതിൻ്റെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കേ. ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. കേട്ടോ, 11. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. വാട്ട് ഈസ് ദ നമ്പർ? ഒരു മലയാളം നോക്കണമെങ്കിൽ ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. എത്ര? 11 ആണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ, കണ്ടോ, പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഏതാണ് ആ സംഖ്യ എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ ഇതുവരെ ചെയ്ത രീതിയിലെ കണക്കേ അല്ല, ഇതൊരു വെറൈറ്റി ചോദ്യമാണ്. നമ്മൾ ഇതുവരെ ചെയ്തതിനകത്തിലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തരും അല്ലേ. ഇതിനകത്തിൽ നമുക്ക് വലുതായിട്ടൊന്നും എടുക്കാൻ വേണ്ടി എന്തോന്നൊന്നും ഒരു പിടുത്തമില്ല അല്ലേ നിങ്ങളെ. ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11 ആണ്. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 27 ആണ്. മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. വാട്ട് ഈസ് ദ നമ്പർ? ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യ 27 കൂടുതലാണ്. ഏതാണ് ആ സംഖ്യ? നമുക്ക് രണ്ടക്ക സംഖ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര മുതൽ? 10 മുതൽ അല്ലേ 99 വരെ വരുന്നതല്ലേ നിങ്ങൾ ഈ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് അല്ലേ? ഇല്ലയോ? 9 കഴിഞ്ഞാൽ 10 മുതൽ 99 വരെ ഉള്ളതിനെയാണ് നമ്മൾ ഈ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിനൊരു ജനറൽ ഫോം ഉണ്ട്. എന്താണെന്നറിയോ? രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക. രണ്ടക്ക സംഖ്യ തുടങ്ങുന്നത് തന്നെ 10-ലാണ് അല്ലേ. 10 അതൊരു ജനറൽ ഫോമാണ്. നിങ്ങൾ ആദ്യമായിട്ടായതുകൊണ്ടാണ്. അപ്പോൾ ഈ 10 തുടങ്ങുന്നത് തന്നെ 10-ലല്ലേ 10. ആ രണ്ടക്ക സംഖ്യയുണ്ട്. അപ്പം നമുക്ക് അക്കം ഏതാണെന്ന് അറിയുന്നില്ല. അപ്പം നമ്മൾ x + y രണ്ടക്ക സംഖ്യകളുടെ തുക. കണ്ടോ, ഇതൊരു ജനറൽ ഫോമാണ്. ഇത് വെച്ചാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് കേട്ടോ. 10 എന്ന് പറയുന്നത് രണ്ടക്ക സംഖ്യയുടെ തുടക്കം തന്നെയാണ് അല്ലേ. രണ്ട് അക്കങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയുന്നില്ല. x + y എന്നുള്ള പേരും കൊടുത്തു അല്ലേ. ഇപ്പം നമ്മളോട് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക. അപ്പം രണ്ടക്ക സംഖ്യ ഏതാണെന്ന് നമുക്കറിയില്ല. ആ രണ്ടക്ക സംഖ്യകളുടെ തുക ഫസ്റ്റ് 11 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് അതങ്ങ് എടുക്കാം. മനസ്സിലാക്കണേ, രണ്ടക്ക സംഖ്യ ഏതാണെന്നറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് x y എന്നുള്ള പേര് കൊടുത്തത്. അതിൻ്റെ തുക 11 ആണ്. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി അവർ പറഞ്ഞ ഈ സംഖ്യയിലെ അക്കങ്ങൾ, ഇത് സംഖ്യ ഏതാണെന്ന് നമുക്കറിയില്ല. x + y എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ ജനറൽ ഫോം ഓർത്തോടെ നിങ്ങളെ. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം ഒന്ന് മാറ്റിയാൽ, നമ്മൾ 10x + y എന്നായിരുന്നു അല്ലേ, 10x + y എന്നാണ്. ഇതിലെ അക്കങ്ങളൊന്നും മാറ്റിയാൽ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? 10y + x എന്ന് വേണം പറയാം. കേട്ടല്ലോ, അക്കങ്ങളാണേ മാറ്റിയത്. മനസ്സിലായോ? ഈ സംഖ്യയിലെ അക്കം എന്നുള്ളത് നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വേരിയബിൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ x y എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അതൊന്നും മാറ്റിയാൽ, കേട്ടല്ലോ, അത് ഒന്നും മാറ്റിയാൽ നമുക്ക് എത്ര കിട്ടുന്ന സംഖ്യ? അപ്പം അത്രയും അവിടെ നിൽക്കുക, കാരണം അറിയില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമ്മൾ കാണിച്ചതാണ്. ഇതിൻ്റെ അക്കങ്ങളൊന്ന് മാറ്റിയിട്ട് നോക്കി. ഇക്വേഷൻ ആയില്ലേ? അത് ഫസ്റ്റ് എന്താവും നിങ്ങൾ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക, ഏതോ രണ്ടക്ക സംഖ്യയുടെ തുക 11 ആണെന്ന് ഒന്നാമത്തെ ഇക്വേഷൻ എഴുതി. ഇനി അവർ പറഞ്ഞത് ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം ഒന്ന് മാറ്റിയാൽ, അപ്പം നമ്മളൊന്ന് മാറ്റിയിട്ട് കാണിച്ചതാണ്. ഇതാ മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ. അപ്പോൾ ആദ്യമേ നമുക്ക് എത്രയാണ് കിട്ടിയത്? മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയത് നോക്കി നിങ്ങൾ. സംഖ്യകൾ തമ്മിൽ മാറ്റിയപ്പോൾ നമുക്ക് 10y + x എന്നാണ് നമുക്ക് മാറ്റിയപ്പോൾ കിട്ടിയത്. ആണല്ലോ, അക്കങ്ങൾ തമ്മിൽ മാറ്റിയപ്പോൾ കിട്ടിയത് അല്ലേ. ആ കിട്ടിയത് ആദ്യത്തെ സംഖ്യയേക്കാൾ, ആദ്യം നമുക്ക് എത്ര കിട്ടിയത്? ആദ്യത്തെ ഇതാ 10x + y. ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് നമുക്ക് ഇതാ, അതായത് രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. അക്കങ്ങളെ നമ്മൾ ഇതിങ്ങനെ കൊടുത്ത് ഒന്നാമത്തേലോട്ട് മാറ്റി. ഇനി അതിനെ ഒന്ന് മാറ്റിയിട്ടപ്പോൾ 10y + x മനസ്സിലായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ. കാരണം അക്കങ്ങൾ ഏതാണെന്ന് നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് വേരിയബിൾ, ഇംഗ്ലീഷ് ഈ വേരിയബിൾ കൊടുത്തിരിക്കുന്നത് ആണല്ലോ. അപ്പം അത് ഈ രണ്ടാമത് കിട്ടിയത്, നമുക്ക് ആദ്യം കിട്ടിയ സംഖ്യ ഏതായിരുന്നു? ആദ്യം കിട്ടിയത് 10x + y ആണ്. അതിനേക്കാൾ എത്ര കൂടുതലാണ്? 27 കൂടുതലാണ് കേട്ടോ. 27 കൂടുതൽ. ഇപ്പോൾ പിടികിട്ടിയോ?
മനസ്സിലായോ? ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഒരു ഓർഡറിലോട്ട് നോക്കിയാൽ 10y + x 10x + y + 27 എന്നാ വന്നത് അല്ലേ? ഇതിനെ നമുക്കൊന്ന് മാറ്റാം, ഇക്വേഷനിലോട്ട് മാറ്റാം. അതായത് ഇപ്പം നമ്മൾ 10y + x അതുപോലെ തന്നെ എഴുതി. ഇനി നോക്കി ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്നതിനെ എല്ലാം പറക്കി നമുക്ക് ഇങ്ങ് കൊണ്ടുവരാം. ഇത് പ്ലസ് 10x ആണല്ലോ, അത് ഇപ്പുറം വരുമ്പം -10x. ഇത് +y ആണല്ലോ, ഇവിടെ വരുമ്പം -y. ഈക്വലിനെല്ലാം ഇപ്പുറത്തോട്ട് പറക്കിക്കൊണ്ട് വരുവാന്നേ. ഇത് +27 ആണല്ലോ, ഇവിടെ വരുമ്പം -27. മനസ്സിലാക്കണേ. ഫസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്തപ്പോൾ 10y + x കിട്ടി. ആദ്യത്തേത് 10x + y ആണ്. ആദ്യത്തേതിനേക്കാൾ 27 വന്ന ക്വസ്റ്റ്യനിലുണ്ട്, 27 കൂടുതലാണ്. അപ്പോൾ ഈ ഈക്വലിന് അപ്പുറത്ത് കിടക്കുന്നതിനെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റുമ്പം ഈ ഈക്വലിന് അപ്പുറത്ത് കിടക്കുന്നതിൻ്റെ എല്ലാം ഏത് സൈനാണോ അതങ്ങ് മാറും. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. കേട്ടല്ലോ? അങ്ങനെ മാറ്റിയതാണിത്. ഇനി ഒരുപോലുള്ളതിനെ എല്ലാം പറക്കിക്കേ. 10y, ഇവിടെ വേറെ y ഉണ്ട് 10y ഉണ്ട്, ഒരു -y ഉണ്ട്. 10yന്ന് ഒരു y പോയാൽ ബാക്കി എത്ര കുഞ്ഞുങ്ങളെ? 9y. കണ്ടല്ലോ? ഇനി നോക്കിയേ, x - 10x. 10xന്ന് ഒരു x അങ്ങ് പോയാൽ എത്ര? 9x. വലുതിൻ്റെ സൈൻ വേണേ ഇടാൻ. xന്ന് 10x അങ്ങ് പോയാൽ ഏതാണ്? 9x. ഏതാണ്? -9x. മനസ്സിലാക്കണേ കേട്ടോ? x വലുതിൻ്റെ സൈനാണ് -9x. ഇനി ഏതാ? ഒരു -27 കിടപ്പുണ്ടല്ലേ? അതിനെ എന്ത് ചെയ്യണം? അത് വേറെ സംഖ്യകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അതുപോലെ എഴുതി വെച്ചു. ഇവിടെ നോക്കിയേ, 9, 9, 27. ഒന്ന് y ആണ്, ഒന്ന് x ആണ്, ഒന്ന് 27 ആണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇത് കണ്ടിട്ട്? നോക്കിയേ, 3ൻ്റെയും 9ൻ്റെയും ഒക്കെ ടേബിളിൽ ഇത് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, 9, 9, 27. 3ൻ്റെ ടേബിളിലും വരും, 9ൻ്റെ ടേബിളിലും വരുന്നതാണെന്ന് മാത്രമേ അറിയാവൂ. ബാക്കി വല്ലതും നമുക്ക് ശരി. നമുക്ക് 9, ഒരു y മൈനസ് ഒരു 9, 9. ഇവിടെ നോക്കിയേ, ഒരു 9, 9. അപ്പോൾ ഒരു x മൈനസ് എത്ര? 9, 27. 3, 9, 27. അപ്പോൾ നമ്മൾ അതിനെ ഒരു ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റുമ്പോൾ ഒരു y എന്ന് വെച്ചാൽ y ആണല്ലോ, ഒരു x എന്ന് വെച്ചാൽ x ആണ് അല്ലേ? -20 അല്ലേ? ഇവിടെ ഈക്വലാണ് വരുന്നത് കേട്ടോ, കാരണം ഇത് വേരിയബിൾ കഴിഞ്ഞ് വരുന്നത് 27 ആണ്. അപ്പം ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്തുവാവും? അല്ല 3. ഇതിനകത്തിൽ എന്തെങ്കിലും സംശയം വരുന്നുണ്ടോ? ഈ 1y എന്ന് പറയുന്നത് നമ്മൾ 1y 1x എന്ന് ഇടേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ y എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഒരു y, ഒരു x എന്ന് പറയണ്ട. y എന്ന് വെച്ചാൽ അത് ഒരെണ്ണേ ഉള്ളൂ, x എന്ന് വെച്ചാലും അത് ഒരെണ്ണേ ഉള്ളൂ. ഈ 3 വന്നതിന് എന്തെങ്കിലും സംശയം ഉണ്ടാവും നിങ്ങളെ? ഈ 9 കേട്ടോ, 9 3 27 കേട്ടോ. 9 × 1 ആണ് ഈ 1. 9 × 1 ആണ് ഈ 1. സംശയമില്ലല്ലോ? എന്ന് വെച്ചാൽ ഇതിൽ ലോവസ്റ്റ് ഫോമിലോട്ടൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ഇനി നോക്കിയേ, y - x = 3 എന്നാണ്. y - x എന്നാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? x - y എന്നല്ലേ അല്ലേ? ഫസ്റ്റിൽ ഏതാ? x അല്ലേ വരേണ്ടത്. അപ്പം നമുക്ക് അതിനെ ഒന്ന് ഇക്വേഷനിലോട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? x - y. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, y - x തിരിച്ചല്ലേ ഇത് കിടക്കുന്നത്. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ x - y = സൈൻ മാറിയപ്പോൾ ഇതും എന്തോ -3 ആയിട്ട് മാറി. അപ്പോൾ അതിനെ ഇക്വേഷൻ 2 ആയിട്ടും ആക്കി. ഇത് നിങ്ങൾ ഇതുവരെ ചെയ്ത രീതിയിലുള്ള കണക്കല്ല, നല്ലതുപോലെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇത് നല്ലപോലെ 1, 2, 3 വട്ടമൊക്കെ ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പം നമുക്ക് 2 ഇക്വേഷനും കിട്ടി അല്ലേ? 2 ഇക്വേഷനും കിട്ടി. അതിലോട്ട് മാറ്റാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഏതായിരുന്നു? x + y = 11 ആണ്. രണ്ടാമത്തത് x - y = -3 നോക്കാം, കുറയ്ക്കാം അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. 11ന്ന് -3 പോയാൽ അല്ലേ? 11ന്ന് -3 എങ്ങനെ അത് ചെയ്യുന്നതെന്ന് നോക്കണേ നിങ്ങളുടെ. 11 -3 ആണ്. അത് നല്ലപോലെ ഒന്ന് നോക്കണേ. ഇത് എല്ലാവർക്കും തെറ്റുന്ന ഒരേ സൈൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൂട്ടുകയാണ് കേട്ടോ. 11 3 14 കേട്ടോ. ഇവിടെ 14 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണേ. അടുത്ത് നോക്കിക്കേ, ഏതാ? y -y ആണ്. ഇത് കുറയ്ക്കാനാണെന്ന് പറഞ്ഞേ, കുറയ്ക്കാനാണ്. അപ്പോൾ y -y. അപ്പോൾ എന്താ? 2 മൈനസ് അല്ലേ? അപ്പോൾ എന്താ? 2y ആണ് വരുന്നത്. അടുത്ത x - x. xന്ന് x പോയാൽ 0. മനസ്സിലാക്കണം ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ രീതി ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരേ സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക. പക്ഷേ ഇവിടെ മൈനസ് ചെയ്യാനായതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതണം? ഇത് ഓർത്തോണം.
മൈനസ് മൈനസ് ഒരേ സംഖ്യ തന്നെ അടുത്തടുത്ത് വന്നാൽ അതെന്ത് ചെയ്യണം, കൂട്ടണം. 2y. അപ്പോൾ 2y = 14 ആണെങ്കിൽ y = 14/2 = 7. അപ്പോൾ നമുക്ക് y കിട്ടി. എന്താ, y കിട്ടി. കണ്ടോ, y കിട്ടി. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ, y എന്ന് പറയുന്നത് 11 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താ കിട്ടിയത്, y അല്ലേ കിട്ടിയത് ഇല്ലയോ. അപ്പോൾ x പ്ലസ് വൈയുടെ വില 7 = 11. അപ്പോൾ x = 11 - 7 = 4. കണ്ടോ, 4 കിട്ടി. അപ്പോൾ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. എക്സ് എന്ന് പറയുന്നത് എത്രയാ, 4 ആണ്. വൈ എന്ന് പറയുന്നത് 7 ആണ്. അവർ പറയുന്നത് നമുക്ക് കിട്ടിയ 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക നോക്കിയേ. 2 അക്ക സംഖ്യകളുടെ അക്കങ്ങളുടെ തുക 47 ആണ് കിട്ടിയത് അല്ലേ. 47 4 എത്ര, 11. കണ്ടോ, 2 അക്ക സംഖ്യകളുടെ തുക എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നതെന്ന് 11 കിട്ടിയില്ലേ. നമ്മുടെ ചോദ്യത്തിന് ആൻസർ കിട്ടിയില്ലേ. മനസ്സിലായോ. 2 അക്ക സംഖ്യകളുടെ അക്കങ്ങളുടെ തുക 11 ആണ്. 11 ആണെന്ന് പറഞ്ഞേ, അതുകൊണ്ടാണ് അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത് കേട്ടോ. 11 ആണ്. ഈ സംഖ്യ പരസ്പരം മാറ്റി നോക്കിക്കേ. ഇപ്പോൾ 7 + 4 നോക്കിയേ, 11 വരും. ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ആണോ, 27 കൂടുതലാണോ? നമുക്ക് ആദ്യം എത്ര കിട്ടിയത്, 47. തിരിച്ചിടുമ്പോൾ എത്ര, 74. നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. എക്സിൻ്റെ വില, എക്സ് എന്ന് പറയുന്നത് നമുക്ക് 4 കിട്ടി, വൈ എന്ന് പറയുന്നത് 7 കിട്ടി. അപ്പോൾ നമ്മളോട് 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. ഇത് തങ്ങളിൽ കൂട്ടുമ്പോൾ നമുക്ക് 11 കിട്ടുന്നുണ്ടോ? ഉണ്ടല്ലോ. 4ഉം 7ഉം 4ഉം 11. കണ്ടോ, തിരിച്ചിട്ട് 7ഉം 4ഉം 11 വരുന്നുണ്ടോ? അത്രയും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്താ, ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ് ഏതാണ് സംഖ്യ എന്നൊക്കെ അതൊക്കെ നമ്മളിവിടെ ചെയ്ത് വന്നപ്പോഴാണ് നമുക്കിവിടെ ഇത് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ, ഇച്ചിരി നമ്മൾ ഇതുവരെ ചെയ്ത കണക്കല്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി സമയം എടുത്ത് ഇതൊന്നായിട്ട് ഇട്ടതാവും. നിങ്ങൾ ഇത് നല്ലതുപോലെ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.